തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിന് പുറമെ ആലപ്പുഴ സമ്മേളനത്തിലും വി.എസ്. അച്യുതാനന്ദനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശമുണ്ടായെന്ന് വെളിപ്പെടുത്തൽ. മാതൃഭൂമി വാരാന്ത പതിപ്പിൽ പ്രസിദ്ധീകരിച്ച സുരേഷ് കുറുപ്പിന്റെ ഓർമ്മക്കുറിപ്പിലാണ് യുവ വനിതാ നേതാവിനെതിരെയുള്ള വെളിപ്പെടുത്തൽ വന്നത്. വിവാദം മാധ്യമ സൃഷ്ടിയാണ് എന്ന് ചിന്താ ജെറോം പ്രതികരിച്ചു. സുരേഷ് കുറുപ്പിനെതിരെ നിശ്ചിത വിമർശനവുമായി CPM രംഗത്ത് വന്നു. തൊണ്ടപൊട്ടി ഇവർ വിളിക്കുന്നത് പോലെ VS മരിച്ചിട്ടില്ല. പഴയ ഓർമ്മകൾ. തിരുവനന്തപുരം സമ്മേളനത്തിൽ ഒരു യുവ നേതാവ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. സ്വരാജ് എന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ പറയുന്നുണ്ടോ സ്വരാജ് തന്നെയാണോ? അല്ല, അത് വേറെ വിഷയമാണ്. ഇപ്പോൾ സ്വരാജാണെന്ന് ഗോതമാഷ് പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് ശരിയായിരിക്കും. പിരപ്പൻകോട് മുരളി പകർന്ന ഊർജ്ജത്തിലാണ് VS പക്ഷക്കാരനായിരുന്ന മുൻ MLA സുരേഷ് കുറുപ്പ് ആരും അറിയാത്ത ചില ഓർമ്മകൾ പങ്കുവച്ചത്. മാതൃഭൂമി വാരാന്ത പതിപ്പിലൂടെയായിരുന്നു CPMൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വെളിപ്പെടുത്തൽ. VSന്റെ തട്ടകമായ ആലപ്പുഴയിൽ 2015 നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ അധിക്ഷേപം സഹിക്കാൻ പറ്റാതെ VS വേദി വിട്ട് പുറത്തേക്കിറങ്ങി. ഏകനായി, ദുഃഖിതനായി. പക്ഷെ തല കുനിക്കാതെ, ഒന്നും മിണ്ടാതെ, ആരെയും നോക്കാതെ അദ്ദേഹം സമ്മേളന സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് പോയി. VSനെ പാർട്ടിയിൽ ഒറ്റപ്പെടുത്തിയതിന്റെ മായാത്ത ഓർമ്മയാണ് ലേഖനത്തിലുള്ളത്. എന്നാൽ വിവാദത്തിന് തിരികൊളുത്തിയ പിരപ്പൻകോട് മുരളിയെ തള്ളിപ്പറഞ്ഞതുപോലെ രംഗത്തിറങ്ങുന്നവരെ നേരിടാനാണ് പാർട്ടിയുടെ തീരുമാനം. ആലപ്പുഴ സമ്മേളനത്തിൽ പങ്കെടുത്തതാണ്. ആലപ്പുഴ സമ്മേളനത്തിൽ വെച്ചാണ് ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നത്. ഇത്തരം ചർച്ചകൾ നടത്തുന്നവരെല്ലാം പാർട്ടിയുടെ വളർച്ചയിലും സ്വാധീനത്തിലും ഒക്കെ തന്നെ ഉത്കണ്ഠ ഉള്ളവരാണ്. അത് വെറും മാധ്യമ സൃഷ്ടി മാത്രമാണ്. സഖാവ് VSനും പാർട്ടിക്കും CPIMനും എല്ലാം ലഭിക്കുന്ന പിന്തുണ കണ്ട് അസ്വസ്ഥമാകുന്നത് കൊണ്ടായിരിക്കാം ഇത്തരം കുപ്രചരണങ്ങളൊക്കെ മാധ്യമങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടി ഉയർത്തിക്കൊണ്ടുവരുന്നത്. ക്യാപിറ്റൽ പണിഷ്മെന്റ് വിഷയത്തിൽ പാർട്ടി ലൈൻ എന്തെന്ന് നേരത്തെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ശുദ്ധ അസംബന്ധം പറയുന്നതാണ്. ഇമാതിരി അസംബന്ധം പറയുന്ന കുറവുണ്ട്. ആലപ്പുഴ സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്നുള്ള VSന്റെ ഇറങ്ങിപ്പോക്ക് 10 വർഷത്തിന് പുറവും പാർട്ടിയെ വേട്ടയാടുന്നു. വിഭാഗീയത അവസാനിച്ചെന്ന് പാർട്ടി ആശ്വസിക്കുമ്പോഴും VSന്റെ വിയോഗത്തോടെ പഴയ VS പക്ഷക്കാർ ഓരോരുത്തരും പരസ്യമായി രംഗത്തെത്തുകയാണ്. VSനെതിരെ ഉണ്ടായ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം ഇപ്പോൾ പാർട്ടിക്കുള്ള പണിഷ്മെന്റായി മാറിയിരിക്കുകയാണ്. VSന്റെ വിയോഗത്തോടെ അതിന് ഒരു അതിവൈകാരിക തലം വന്നിരിക്കുന്നു. പാർട്ടി അച്ചടക്കം പേടിക്കാതെയുള്ള പരസ്യ പ്രതികരണങ്ങൾ തന്നെ തെളിവ്. AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.